നമസ്കാരം. എല്ലാവർക്കും ബയോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് +2 ബയോളജിയിലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ചാപ്റ്ററിലെ ജീൻ തെറാപ്പിയാണ് റിവിഷൻ ചെയ്തത്. ചെറിയ ടോപ്പിക്കാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. വാട്ട് ഈസ് ജീൻ തെറാപ്പി? എന്താണ് ജീൻ തെറാപ്പി? ചില ജനിതക രോഗങ്ങളെ നമുക്ക് ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. കാരണം അത് ജീനിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഡിസീസസ് ആണ്. അപ്പൊ ആ ജീനിന് എന്തെങ്കിലും മാറ്റം വന്നാൽ മാത്രമേ ആ ഡിസീസിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചില ജനിതക രോഗങ്ങൾക്ക് ആ കാരണമായ ജീനുകളെ മാറ്റി പകരം ഹെൽത്തി ആയിട്ടുള്ള ജീൻ റീപ്ലേസ് ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് ജീൻ തെറാപ്പി. Gene therapy is a collection of methods that allows correction of a gene defect that has been diagnosed in a child or embryo. ഒരു കാര്യം പറയാം, ഈ അസുഖങ്ങൾ അഡൾട്ട് ആയിട്ട് ഇപ്പൊ നമ്മളെപ്പോലെ മുതിർന്നതിന് ശേഷമാണ് ജീൻ തെറാപ്പി ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് പെർമനന്റ് ക്യൂർ ചെയ്യാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും ആ അസുഖത്തെ ഭേദമാക്കാൻ കഴിയില്ല. കാരണം ജീൻ തെറാപ്പിയുടെ മാറ്റം വരുന്ന സെല്ലുകൾക്ക് മോർട്ടാലിറ്റി ഉണ്ട്. അത് കുറെ കഴിയുമ്പോൾ നശിച്ചു പോയി. ലൈഫ് സ്പാൻ വളരെ കുറവാണ്, ആയുസ് കുറവാണ്. ആ സെല്ലുകൾ നശിച്ചു പോയാൽ വീണ്ടും വീണ്ടും നമ്മൾ ആ സെല്ലുകളിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഏർലി സ്റ്റേജിലോ എംബ്രിയോ സ്റ്റേജിലോ അല്ലെങ്കിൽ ബൈ ബർത്ത് ടൈമിലോ നമ്മൾ ജീൻ തെറാപ്പി ചെയ്യുകയാണെങ്കിൽ പെർമനന്റ് ക്യൂർ നൽകാൻ കഴിയും. അതായത് പൂർണ്ണമായിട്ടുള്ള ഭേദം, അതായത് പൂർണ്ണമായിട്ട് അസുഖം ഭേദമാക്കാൻ കഴിയും. അതാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജീൻ തെറാപ്പി ഇസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് അലോസ് കറക്ഷൻ ഓഫ് എ ജീൻ ഡിറ്റക്ട് ദാറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഇൻ എംബ്രിയോ ഓർ ചൈൽഡ്. ഒരു കുഞ്ഞിലോ അല്ലെങ്കിൽ ഒരു എംബ്രിയോ സ്റ്റേജിൽ നമ്മൾ അസുഖം കണ്ടെത്തുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അതിന് കാരണമായ ഡിഫക്റ്റീവ് ജീനിനെ മാറ്റിയിട്ട് പകരം ഹെൽത്തി ജീൻ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. അഡൾട്ട് ആയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ജീൻ തെറാപ്പി ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും പെർമനന്റ് ക്യൂർ നൽകാൻ കഴിയില്ല. ഇങ്ങനെ സെല്ലുകളിലെ ഡിഫക്റ്റീവ് ജീനുകളെ മാറ്റി ഹെൽത്തി ജീൻ റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡിഫക്റ്റീവ് ജീനിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ ജീൻ തെറാപ്പി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഫക്റ്റീവ് ജീനിന് പകരം ഹെൽത്തി ജീൻ റീപ്ലേസ് ചെയ്യുന്ന ടെക്നിക്കിനെ ജീൻ തെറാപ്പി എന്ന് പറയും. ഹിയർ ജീൻസ് ആർ ഇൻസൈഡ് ഇൻടു എ പേഴ്സൺ സെൽ ആൻഡ് ടിഷ്യൂസ് ടു ട്രീറ്റ് എ ഡിസീസ്. രോഗം പൂർണ്ണമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി ആ പേഷ്യന്റ് സെല്ലിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടിഷ്യൂവിലോ ആയിരിക്കും ജീൻ തെറാപ്പി ചെയ്യുന്നത്, ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കറക്ഷൻ ഓഫ് എ ജനറ്റിക് ഡിഫക്ട് ഇൻവോൾവ്സ് ഡെലിവറി of a normal gene into the individual or embryo to take over the function of and compensate for the non-functional gene. ഇപ്പൊ ജീൻ തെറാപ്പി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിഫക്റ്റീവ് ജീനിനെ കറക്റ്റ് ചെയ്ത് പകരം നോർമൽ ജീൻ വെച്ചു കൊടുക്കും, അല്ലെ? ആ നോർമൽ ജീൻ വെച്ചു കൊടുക്കുമ്പോൾ ആ നോർമൽ ജീൻ പിന്നെ ആ നോർമൽ ഫങ്ഷൻ ചെയ്യുകയും ആ അസുഖം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. അഡൾട്ട് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും പെർമനന്റ് ക്യൂർ നൽകാൻ കഴിയില്ല. കാരണം ആ സെല്ലുകൾ നശിച്ചു പോകും. അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ ആ സെല്ലുകളെ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജീൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. നമ്മൾ നൽകിയ സെല്ലുകൾ ആയുഷ്കാലം അയാളുടെ ബോഡിയിൽ കാണപ്പെടില്ല, അത് നശിച്ചു പോകും, ലൈഫ് സ്പാൻ തീർന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നല്ല ചിലവുള്ള ഒരു ടെക്നിക്കാണിത്. പക്ഷെ ബൈ ബർത്തിലോ എംബ്രിയോ സ്റ്റേജിലോ നമ്മൾ ഈ ഒരു ജീൻ തെറാപ്പി ചെയ്യുന്നെങ്കിൽ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. The first clinical gene therapy was given in 1990 to a 4-year-old girl with DASH deficiency. ആദ്യമായിട്ട് ക്ലിനിക്കൽ ജീൻ തെറാപ്പി നൽകുന്നത് US-ലെ 4 വയസ്സുള്ള പെൺകുട്ടിക്കാണ്. കുട്ടിയുടെ പേര് അശാന്തി ദി ശിവ എന്നാണ്. പക്ഷെ അത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ US-ലെ 4 വയസ്സുള്ള പെൺകുട്ടിക്കാണ് 1990-ൽ ആദ്യമായിട്ട് ജീൻ തെറാപ്പി നൽകുന്നത്. അത് എന്ത് അസുഖത്തിന് വേണ്ടിയിട്ടാണ് നൽകിയത്? അഡിനോസിൻ ഡിയമിനേസ് ഓർ ADA ഡെഫിഷ്യൻസി. ADA ഡെഫിഷ്യൻസി അഥവാ അഡിനോസിൻ ഡിയമിനേസ് എന്ന അസുഖത്തിനെതിരെയാണ് ആദ്യമായിട്ട് ക്ലിനിക്കൽ ജീൻ തെറാപ്പി നൽകുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഇസ് ദ റീസൺ ഫോർ ADA ഡെഫിഷ്യൻസി? എന്തുകൊണ്ട് ഈ അസുഖം ഉണ്ടാകുന്നു? ADA ഡെഫിഷ്യൻസി എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അതിന് കാരണം ആ ജീനിന്റെ പ്രവർത്തന രഹിതമായതുകൊണ്ട്, അല്ലെങ്കിൽ ജീനിന്റെ ഡിസോർഡർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജീൻ ഡിഫക്റ്റ് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അസുഖം ഉണ്ടായത്. അത് തന്നെയാണ് ആൻസർ. The disorder is caused due to the deletion of the gene for adenosine deaminase. നമ്മുടെ ശരീരത്ത് അഡിനോസിൻ ഡിയമിനേസിന് കാരണമായി ജീൻ ഡിലീറ്റ് ആയി പോയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു അസുഖം ഉണ്ടാകുന്നത്. ഇനി എന്തിനാണ് അഡിനോസിൻ ഡിയമിനേസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്? നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ട ഒരു ക്രൂഷ്യൽ എൻസൈം കൂടിയാണ് അഡിനോസിൻ ഡിയമിനേസ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യൂ, നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവൂ. അപ്പൊ അതിന് കാരണമായിട്ടൊരു എൻസൈമാണ് അഡിനോസിൻ ഡിയമിനേസ് എന്ന് പറയുന്നത്.
Sofik was born with a genetic disorder ADA deficiency. What is ADA deficiency? Can you suggest a method to treat this ADA deficiency? ഒരു കുട്ടിയുടെ പേര് നൽകിയിട്ടുണ്ട്. ആ കുട്ടി ജനിച്ചപ്പോൾ ജനറ്റിക് ഡിസോർഡർ ഉണ്ടായിരുന്നു, അതിന് ADA ഡെഫിഷ്യൻസി ആയിരുന്നു. അപ്പൊ എന്താണ് ADA ഡെഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡിലൂടെ ഈ ADA ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയുടെ ആൻസർ നോക്കാം. വാട്ട് ഈസ് ADA ഡെഫിഷ്യൻസി? Adenosine deaminase enzyme is crucial for immune system to function. The disorder is caused due to the deletion of a gene for adenosine deaminase. ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്രൂഷ്യൽ എൻസൈം ആണ് അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കാരണമായി ജീൻ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ അസുഖം ഉണ്ടാവും. അതാണ് ADA ഡെഫിഷ്യൻസി. ഇനി ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഈ അസുഖം പരിഹരിക്കാൻ? 3 മെത്തേഡുകളുണ്ട്. ഇതിൽ ഒന്നാമത്തെ മെത്തേഡാണ്. ബിയുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ യു സജസ്റ്റ് മെത്തേഡ് ടു ട്രീറ്റ് ദിസ് ADA ഡെഫിഷ്യൻസി ചോദിച്ചാൽ ആൻസർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, അസ്ഥിമജ്ജ മാറ്റിവെക്കുക. കാരണം ലിംബോസൈറ്റുകളിലാണ് അഡിനോസിൻ ഡിയാമിനേസ് നിർമ്മിക്കപ്പെടുന്നത്. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ബ്ലഡ് സെൽസ് ആണല്ലോ ലിംബോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തകരാറ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അസ്ഥിമജ്ജ മാറ്റിവെക്കുക. അതാണ് ഒരു പരിഹാര മാർഗം. പക്ഷെ അത് ഒരിക്കലും പെർമനന്റ് ക്യൂർ നൽകില്ല. കാരണം എത്രത്തോളം അസ്ഥിമജ്ജ മാറ്റിവെച്ചാലും അത് നമ്മൾ പുതുതായിട്ട് നൽകുന്ന അസ്ഥിമജ്ജ കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും. വീണ്ടും വീണ്ടും ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ചിലവ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തെ മെത്തേഡാണ് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ഷുഗർ പേഷ്യന്റ് ഇൻസുലിൻ എടുക്കുന്നത് പോലെ ലൈഫ് ലോങ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അഡിനോസിൻ ഡിയാമിനേസ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയിലൂടെ നമുക്ക് അസുഖം മാറ്റാൻ പറ്റും, പക്ഷെ ഒരിക്കലും പെർമനന്റ് ക്യൂർ നൽകാൻ കഴിയില്ല. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും ബയോടെക്നോളജിയിൽ നേരത്തെ പറഞ്ഞ ഡിഫക്റ്റീവ് ജീനെ മാറ്റി പകരം ഹെൽത്തി ജീൻ വെക്കുന്ന ടെക്നിക്കാണ്. അതായത് പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡിനെ കളക്ട് ചെയ്യും, ഈ ലിംബോസൈറ്റ്സിനെ കളക്ട് ചെയ്യും. കാരണം ലിംബോസൈറ്റ്സിലാണല്ലോ ഈ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. ലിംബോസൈറ്റ്സ് കളക്ട് ചെയ്യും. ആ ലിംബോസൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് ഡിഫക്റ്റീവ് ജീനുള്ള സെല്ലുകളാണ് ഉള്ളത്. ഇനി ഒരു ഹെൽത്തി പേഴ്സൺ ഡോണർ അയാളുടെ ശരീരത്തിൽ നിന്നും ADAക്ക് കാരണമായിട്ടുള്ള DNA കണ്ടെത്തുന്നു. അതായത് ഡോണറായിട്ട് നമ്മൾ ഒരാളെ കണ്ടെത്തുന്നു, അയാളുടെ ബോഡിയിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ജീൻ എടുക്കുന്നു. ഈ ജീനിനെ എങ്ങനെ ഈ ഡിഫക്റ്റീവ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? അതിനൊരു വെക്ടർ വേണം. ഇവിടെ വെക്ടറായിട്ട് എടുത്തിരിക്കുന്നത് റിട്രോ വൈറസ് ആണ്. പേഷ്യന്റിന്റെ ബ്ലഡ് സെൽസിലേക്ക് ഈ വൈറസിനെ കൊണ്ട് ജീൻ ട്രാൻസ്ഫർ നടത്തി. ഇപ്പൊ റിട്രോ വൈറസ് ജീൻ എന്ത് ചെയ്യുന്നു? പേഷ്യന്റ് ബ്ലഡ് സെല്ലിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുവഴി ജീൻ ട്രാൻസ്ഫർ നടക്കുകയും ചെയ്യുന്നു. ആ സെല്ലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൾച്ചർ ചെയ്ത് പുതിയ ബ്ലഡ് ആക്കിയിട്ട് തിരികെ പേഷ്യന്റെ ബോഡിയിലേക്ക് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ റീ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പുതിയ ബ്ലഡ് സെൽസുകൾ എത്തുകയും അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതനുസരിച്ച് ബോഡിയിൽ ADA ഉണ്ടാവുകയും അസുഖം മാറുകയും ചെയ്യും. പക്ഷേ പെർമനന്റ് ക്യൂർ നൽകാൻ കഴിയില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ ബ്ലഡ് സെൽസ് എല്ലാം നശിച്ചു പോകില്ലേ? അങ്ങനെ നശിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. പീരിയോഡിക്കലി ആയിട്ട് ഇങ്ങനെ ഈ ഒരു പ്രോസസ് നൽകിക്കൊണ്ടിരുന്നാൽ അയാൾക്ക് ആയുസ് നൽകാൻ കഴിയും. പക്ഷെ രോഗം പൂർണ്ണമായിട്ടും നമുക്ക് ഒരു അസുഖം മാറ്റാൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം. ലിംബോസൈറ്റ് ഫ്രം ദ പേഷ്യൻസ് ആർ ഗ്രോൺ ഇൻ എ കൾച്ചർ ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് ഫങ്ഷണൽ ADA-cDNA is introduced into these lymphocytes which are retained into the patient or gene isolated from marrow cells producing ADA is introduced into the cells at early embryonic stage. അതായത് ഒന്നുകിൽ പേഷ്യന്റ് ബോഡിയിലേക്ക് ബ്ലഡ് സെൽസ് റീഇഞ്ചക്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. അതായത് ജനിതക മാറ്റം വരുത്തിയ അല്ലെങ്കിൽ ജീൻ ട്രാൻസ്ഫർ ചെയ്ത് പുതിയ ബ്ലഡ് സെൽസുകളെ പേഷ്യന്റ് ബോഡിയിലേക്ക് മാറ്റം വരുത്താം, കൈമാറ്റം ചെയ്യാം. അല്ലെങ്കിൽ ഏർലി എംബ്രിയോണിക് സ്റ്റേജ്, നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന എംബ്രിയോ സ്റ്റേജിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ആ എംബ്രിയോ വളർന്നു വരുന്നതനുസരിച്ച് ഈ പുതിയ ബ്ലഡ് സെൽസിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയും അസുഖം പെർമനന്റ് മാറുകയും ചെയ്യും. പെർമനന്റ് ക്യൂർ എങ്ങനെ നൽകാൻ ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ. ഏർലി എംബ്രിയോണിക് സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്നതെങ്കിൽ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അതായത് എംബ്രിയോ സ്റ്റേജിൽ നമ്മൾ ബ്ലഡ് സെൽസ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? യൂട്രസിന്റെ ആ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ കുഞ്ഞിന്റെ ബോഡിയിൽ ബ്ലഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ? അപ്പൊ ആ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ബ്ലഡ് സെൽസിനെ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞ് വളരുന്നതനുസരിച്ച് പുതിയ ബ്ലഡ് സെൽസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞിന് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ കഴിയും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യൂറേറ്റീവ് മെത്തേഡ് ഓഫ് ADA ഡെഫിഷ്യൻസി? ADA ഡെഫിഷ്യൻസി മാറ്റാൻ കഴിയുന്ന മെത്തേഡ് ഏതാണ്? ELISA ആണോ, ഓട്ടോ റേഡിയോഗ്രഫി ആണോ, PCR ആണോ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ആൻസർ ഇപ്പൊ നമുക്കറിയാം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ചിലപ്പോൾ അതിന്റെ പകരം ഓപ്ഷനിൽ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയോ ലിംബോസൈറ്റിലേക്കുള്ള ജീൻ കറക്ഷനോ കൊടുത്തിരുന്നാൽ അത് വേണം എഴുതാൻ. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻ ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ നമുക്കറിയാം ആൻസർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇതെല്ലാം സെയിം ആൻസർ തന്നെയാണ്, ക്വസ്റ്റ്യൻ മാത്രം വായിച്ചു പോകാം. ജീൻ തെറാപ്പി എയിംസ് ഇൻ കറക്റ്റിംഗ് ഡിസീസസ് caused by defective gene. A child is suffering from a disease due to the deficiency of ADA enzyme. ADA gene, which normally produces the enzyme, is missing in patient. Recommend any two methods to treat the child. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുമല്ലോ, അസുഖത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ADA ഡെഫിഷ്യൻസി മാറ്റാൻ നിങ്ങൾക്ക് എന്തെങ്കിലും രണ്ട് മെത്തേഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. രണ്ടെന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം പരീക്ഷയ്ക്ക് എഴുതാം. ഏതാണ്? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനോ, എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയോ, അല്ലെങ്കിൽ ജീൻ തെറാപ്പിയിലൂടെയുള്ള ആ ടെക്നിക്ക് ലിംഫോസൈറ്റ്സിലേക്ക് നേരത്തെ പറഞ്ഞതൊക്കെ ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ എയർലി എംബ്രിയോണിക് സ്റ്റേജിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം എഴുതും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ADAയിൽ എങ്ങനെയാണ് അസുഖം മാറ്റുമെന്ന് ചോദിച്ചാൽ ഈ ആൻസർ ആണ് എഴുതേണ്ടത്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഡീറ്റെയിൽ എഴുതുക. ജീൻ തെറാപ്പിയിലൂടെ ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് മാത്രം എടുത്തു വെച്ചാൽ ആ മൂന്നാമത്തെ ആൻസർ മാത്രം എഴുതേണ്ടത്. The first clinical gene therapy was given to a 4-year-old girl child. What was her disorder and what is the cause of this disease or disorder? അറിയാം ആൻസർ എന്താണ്? ADA അല്ലെങ്കിൽ ADA ഡെഫിഷ്യൻസി എന്നോ, അല്ലെങ്കിൽ അഡിനോസിൻ DMNase ഡെഫിഷ്യൻസി എന്നോ, അല്ലെങ്കിൽ ഡിലീഷൻ ഓഫ് ദ ജീൻ ഫോർ അഡിനോസിൻ DMNase എന്ന ആൻസർ എഴുതാം. അതിന്റെ കാരണം ഇനി അതിന്റെ കൂടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ജീൻ തെറാപ്പി ഇസ് എ കറക്റ്റീവ് തെറാപ്പി ഫോർ ഹെറിഡിറ്ററി ഡിസീസസ്. ഹൗ ഈസ് അഡിനോസിൻ DMNase ഡെഫിഷ്യൻസി ട്രീറ്റഡ് യൂസിങ് ജീൻ തെറാപ്പി? ജീൻ തെറാപ്പി വെച്ച് എങ്ങനെ അസുഖം മാറ്റാൻ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ലിംഫോസൈറ്റിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ് എഴുതേണ്ടത്. Which is the vector used to transfer ADA cDNA into the lymphocytes? ലിംഫോസൈറ്റിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിച്ച വെക്ടറിന്റെ പേര് റിട്രോവൈറസ്. What are the disadvantages of gene therapy? ജീൻ തെറാപ്പിയുടെ ഡിസ്അഡ്വാൻറ്റേജസ്, അതിന്റെ ലിമിറ്റേഷൻ, അതിന്റെ എന്താണ് പോരായ്മകൾ എന്തൊക്കെയാണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ലിംഫോസൈറ്റ് സെൽസ് ആർ നോട്ട് ഇമ്മോർട്ടൽ. The patient requires periodic infusion of such genetically engineered lymphocytes. ഓൾറെഡി പറഞ്ഞ കാര്യം വരുന്നു, എന്തായിരുന്നു? ലിംഫോസൈറ്റ്സിലേക്ക് ഇങ്ങനെ ജീൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ലിംഫോസൈറ്റ്സിന് കുറച്ച് ആയുസ് മാത്രമേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ? അവര് ഇമ്മോർട്ടൽ അല്ല, അതായത് മരിക്കാത്ത അല്ലെങ്കിൽ അനശ്വരമായിട്ടുള്ള സെല്ലുകളെല്ലാം ഒരു കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ ഈ സെല്ലുകളെല്ലാം നശിച്ചു പോകും. അപ്പൊ വീണ്ടും പുതിയ സെല്ലുകളെ നമുക്ക് ജീൻ തെറാപ്പിയിലൂടെ സൃഷ്ടിക്കേണ്ടി വരും. അതൊരു എക്സ്പെൻസീവ് കേസ് ആയതുകൊണ്ട് ഒരിക്കലും ജീൻ തെറാപ്പിയിലൂടെ പെർമനന്റ് ക്യൂർ നൽകാൻ കഴിയില്ല. ഹൗ ടു ഫിക്സ് ജീൻ തെറാപ്പി ആസ് പെർമനന്റ് ക്യൂർ? നമുക്ക് എങ്ങനെ പെർമനന്റ് ക്യൂർ ആക്കി എടുക്കാൻ പറ്റും? അസുഖത്തിനെ പെർമനന്റ് പൂർണ്ണമായിട്ടും എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അതിന് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ? ജീൻ ഐസൊലേറ്റ് ഫ്രം ബോൺ മാരോ സെൽസ് പ്രൊഡ്യൂസിങ് ADA is introduced into the cells at the early embryonic status. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, early embryonic സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്നെങ്കിൽ രോഗം പൂർണ്ണമാക്കി മാറ്റാൻ കഴിയും. ജീൻ തെറാപ്പി എന്ന ചെറിയ ടോപ്പിക്കാണ് റിവൈസ് ചെയ്തത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ചോദിക്കാൻ സാധ്യതയില്ല. ഇനി അഥവാ ചോദിച്ചാൽ അതിനനുസരിച്ച് ആൻസർ എഴുതാൻ പഠിക്കുക, ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക. ഏതെങ്കിലും പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.